ദേവിക മാം, കോളേജ് സ്റ്റാഫ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ലൈബ്രറി ദിന അല്ലെങ്കിൽ ലൈബ്രറി ദിനവാചാരണത്തിൻ്റെ അല്ലെങ്കിൽ ലൈബ്രറി വാരാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണല്ലോ. പുസ്തകത്തിന്റെ അല്ലെങ്കിൽ വായനയുടെ മഹത്വം എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അതൊരു വലിയ ഭാഗ്യമായി കാണുന്നു. ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു നിശബ്ദതയാണ് അല്ലെങ്കിൽ ഒരു സൗമ്യതയാണ്. നിശബ്ദമായ അറിവിന്റെ ലോകത്തിലേക്ക് ഉള്ള ഒരു അതിരാണ് ആ ലൈബ്രറി എന്ന് പറയുന്നത്. ഒരു നല്ല പുസ്തകം, ഒരു നല്ല സുഹൃത്ത് എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നത്. ഒരു നല്ല പുസ്തകം നമ്മളെ മാറ്റുന്നു, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മളെ വളർത്തുന്നു. വായനയിലൂടെ പുസ്തകങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക ലോകത്തിലേക്കാണ്. അവ നമ്മെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നു, സ്വപ്നം കാണാനുള്ള പ്രചോദനം നൽകുന്നു, നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വസ്തുത കൂടെയാണ് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകം എഴുതിയിരിക്കുന്ന രചയിതാവിന്റെ ആശയം നമുക്ക് ലഭിക്കും. ഇനി ആ പുസ്തകം വായിക്കുമ്പോൾ അത് വായിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് അറിവുകൾ അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതല്ലാതെ മറ്റൊരറിവുണ്ട്, ആ പുസ്തകം നമ്മളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും നമ്മൾക്ക് പുസ്തക വായനയിലൂടെയാണ് ലഭിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പുസ്തകം വായിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. അതൊരു സ്ഥിരമായ പിന്തുണയാണ്. സോഷ്യൽ മീഡിയാസ്, മൊബൈൽ ഫോൺസ്, അതൊക്കെ നമ്മൾ ഒരു നിമിഷത്തേക്ക് ആകർഷിക്കും. പക്ഷേ നമ്മളുടെ ജീവിതം തന്നെ അടിമുടി മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയുള്ള കാര്യമാണ് പുസ്തക വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് വായനയുടെ രീതികൾ തന്നെ മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലേ? ഇവിടെ നമുക്ക് ഇ ബുക്കുകൾ ലഭ്യമാണ്, ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ തന്നെ ലഭ്യമാണ്. പക്ഷേ ഒരു പുസ്തകം എടുത്ത് ആ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ, ആ പുസ്തകത്തിൽ നിന്ന് ഒരു സുഗന്ധം ലഭിക്കുമ്പോൾ, ആ പുസ്തകത്തിൽ മയങ്ങിയിരുന്ന് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം വളരെ വളരെ വ്യത്യസ്തമാണ്. ലൈബ്രറി എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തകം മാത്രം വെച്ചിട്ടുള്ള ഒരു സ്ഥലമല്ല. അതിലുപരി നമ്മൾക്ക് നമ്മളെ കണ്ടെത്താനുള്ള, സ്വയം കണ്ടെത്താനുള്ള ഒരു ഇടം കൂടിയാണ്. നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ പുസ്തകത്തിനും നമ്മളെ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിലെ ഓരോ പേജുകൾക്കും നമ്മളെ ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിക്കാനും സാധിക്കും. ഇപ്പോ നമ്മുടെ കോളേജിൽ നമ്മുടെ ഷീല മാം ആണെങ്കിലും അഭിരാമി മാം ആണെങ്കിലും ഒക്കെ കോളേജിലെ പുസ്തകങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നതിലുപരി നമ്മളുടെ അടുത്തേക്ക് അവർ ഓടിയെത്തും. ആ പുസ്തകശാലയിലേക്ക് പോകണമെന്ന് നമ്മളോട് എപ്പോഴും പറയാറുമുണ്ട്. വായനയിലൂടെ നാം വളർത്തുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയാണ്. സമൂഹത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു. ഇന്ന് ലൈബ്രറി വാരത്തിന്റെ ഭാഗമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഒരു ദിവസം 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് വായിക്കുവാൻ ശ്രമിക്കുക, അറിവ് വർദ്ധിപ്പിക്കുക, സമൂഹത്തെ പറ്റി മനസ്സിലാക്കുക, നമ്മളെ സ്വയം കണ്ടെത്തുക. പുസ്തകങ്ങളിൽ നിന്ന് നാം നേടുന്നത് അറിവ് മാത്രമല്ല, അതിലുപരി സമൂഹത്തോട്, സഹജീവികളോട്, സർവ സൃഷ്ടികളോട്, സഹപ്രവർത്തകരോട് സഹിഷ്ണുത, ദയ, കാരുണ്യം, ഇതൊക്കെ പുലർത്താനുള്ള ഒരു അറിവ് നമുക്ക് പുസ്തകത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലും വളരും. നമുക്ക് വിശാലമായ, വളരെ വിശാലമായ ഒരു പുസ്തകശാലയുണ്ട്. ആ പുസ്തകശാലയിലേക്ക് പ്രവേശിക്കൂ, പുസ്തകങ്ങൾ സ്വീകരിക്കൂ, അറിവുകൾ നേടൂ, സ്വയം കണ്ടെത്തൂ, സമൂഹത്തിന് മാതൃകയാവും. നന്ദി.